Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് പഠിക്കാനുള്ളത് അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ കുറച്ച് തിയറി പാർട്ട് നമുക്കിന്ന് പഠിക്കാം. പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പക്ഷേ പ്രോബ്ലംസ് പഠിക്കണമെങ്കിൽ ഈ തിയറി ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മീനിങ് നോക്കാം. എന്താണ് അണ്ടർറൈറ്റിംഗ്? ആക്ച്വലി നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ അണ്ടർറൈറ്റിംഗ് വരുന്നത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും അല്ലെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് കിട്ടണമെങ്കിൽ എന്നുവെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കണം. അവര് ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു, അതിലൊരു മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ആണ് ശരിക്കും അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസിന്റെ 90% പബ്ലിക് വാങ്ങിച്ചിരിക്കണം. അതും 120 ഡേയ്സിനുള്ളിൽ പബ്ലിക് വാങ്ങിച്ചിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കേസസിൽ വരുമ്പോൾ. അപ്പൊ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്ത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ല, നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി കമ്പനീസ് എന്ത് ചെയ്യും, അണ്ടർറൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പേഴ്സൺസിന്റെ അടുത്ത്, പേഴ്സണോ ഇൻസ്റ്റിറ്റ്യൂഷനോ ആവാം, അവരായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കും. ഞാൻ ഇത്രയും ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത്രയും പാർട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെന്റ് വെക്കുവാണ്. ഇതാണ് ശരിക്കും അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കാം, അണ്ടർറൈറ്റിംഗ് ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ അണ്ടർറൈറ്റർ ആൻഡ് ദ കമ്പനി. അണ്ടർറൈറ്ററും കമ്പനിയും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. whereby the underwriter gives the guarantee for subscribing certain number of shares which were not subscribed by the public. പബ്ലിക് വാങ്ങിക്കാത്ത ഷെയർസ് ആണ് ഇവർ വാങ്ങിക്കോളൂ. നമ്മൾ പബ്ലിക് വാങ്ങിക്കാത്ത ഒരു സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് വാങ്ങിക്കാന്ന് പറഞ്ഞുള്ള ഒരു എഗ്രിമെന്റ് ഫോർ എ കൺസിഡറേഷൻ കോൾഡ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. ഇപ്പൊ അണ്ടർറൈറ്ററിന് അതിനൊരു ഗുണമുണ്ട്, അവർക്ക് ഒരു കമ്മീഷൻ കിട്ടും. അവർ എത്രയാണോ ഷെയർസ് വാങ്ങിക്കുന്നത് അതിനൊരു കമ്മീഷൻ അവർക്ക് റിസീവ് ചെയ്യും. ഇറ്റ് ഈസ് ആക്ച്വലി ഗ്യാരണ്ടി ഓർ ഇൻഷുറൻസ്. ഇതിന് ശരിക്കും നമുക്ക് ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ആയിട്ട് പറയാം അല്ലെ. കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതിരിക്കുമ്പോൾ വരുന്ന ലോസ് ഒഴിവാക്കാനുള്ള ഒരു ഇൻഷുറൻസ് പോലെ നമുക്ക് കണക്കാക്കാം. given by the underwriter to the company that the shares offered to the public will be subscribed in full. ഇപ്പൊ കമ്പനിക്ക് അണ്ടർറൈറ്റർ കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോലെ നിങ്ങളുടെ ഷെയർസ് സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ്ലി കിട്ടിയിരിക്കും എന്നുള്ള ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി. Underwriting is a type of insurance against under subscription as it provides protection to the issuing company against the failure of an issue of capital to the public. ഇപ്പൊ പബ്ലിക്കിന് നമ്മൾ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഉണ്ടാവുന്ന ഫെയിലിയർ ഒഴിവാക്കാൻ, ഫെയിലിയർ എന്ന് പറയുന്നത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ ആവാതിരിക്കുക. ദ ഫേംസ് ഓർ പേഴ്സൺസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ അണ്ടർറൈറ്റിംഗ് ആർ കോൾഡ് അണ്ടർറൈറ്റേഴ്സ്. അപ്പൊ ഈ ഫേം ആവാം അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, ആ ഗ്യാരണ്ടി തരുന്ന പേഴ്സൺ അല്ലെങ്കിൽ ആ ഗ്യാരണ്ടി തരുന്ന ഫേം, അതിന് നമ്മൾ അണ്ടർറൈറ്റർ എന്ന് പറയും. ദ എഗ്രിമെന്റ് ദാറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഈസ് കോൾഡ് അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റ്. അപ്പൊ ഇവർ തമ്മിൽ വെക്കുന്ന ആ ഫേമും കമ്പനിയും ആ പറഞ്ഞിരിക്കുന്ന അണ്ടർറൈറ്ററും തമ്മിലുള്ള എഗ്രിമെന്റിനെ നമ്മൾ അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റ് എന്ന് പറയും. ദ കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ പേയബിൾ ടു അണ്ടർറൈറ്റേഴ്സ് ഫോർ അണ്ടർറൈറ്റിംഗ് ഈസ് നോൺ ആസ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. അപ്പൊ അവർക്ക് അതിന് വേണ്ടി കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ, അതിനെ നമ്മൾ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 76 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956, underwriting is an agreement whereby the underwriter ensures the company that in case the shares and debentures offered to the public are not subscribed by the public to the extent. Underwriting എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ് whereby the underwriter ensures the company, underwriter കമ്പനിക്ക് ഒരു ഇൻഷുറൻസ് കൊടുക്കുകയാണ്, ദാറ്റ് ഇൻ കേസ് ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫർ ടു ദ പബ്ലിക്, ആ കമ്പനി പബ്ലിക്കിന് ഓഫർ ചെയ്തിരിക്കുന്ന ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇൻ കേസ് ആർ നോട്ട് സബ്സ്ക്രൈബ് ബൈ ദ പബ്ലിക്, ദ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ടു ദ എക്സ്റ്റെന്റ്, നമ്മൾ ഉദ്ദേശിച്ചത്ര സബ്സ്ക്രിപ്ഷൻ നടന്നില്ലെങ്കിൽ ദ ബാലൻസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് വിൽ ബി ടേക്കൺ ബൈ ദ അണ്ടർറൈറ്റർ. അങ്ങനെയാണെങ്കിൽ ആ ബാലൻസ് വരുന്ന എത്രയാണോ ഷെയർസ് ഡിബഞ്ചേഴ്സ് ഉള്ളത് അത് പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അത് ആര് പർച്ചേസ് ചെയ്യും? അണ്ടർറൈറ്റർ പർച്ചേസ് ചെയ്യും. പിന്നെ സെബി റൂൾസിൽ എന്താണ് അതിന്റെ ഡെഫിനേഷൻ പറയുന്നത് നോക്കാം. Underwriting means an agreement with or without a condition to subscribe to the securities of a body, corporate,
when the existing shareholders of such body corporate or the public do not subscribe to the securities offered to them. ഇതിൽ പറയുന്ന underwriting means agreement with or without condition to subscribe to the securities of a body corporate. ഒരു ബോഡി കോർപ്പറേറ്റിന്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതിൽ കണ്ടീഷൻ വെക്കാം, കണ്ടീഷൻ വെക്കാതിരിക്കാം. When the existing shareholders of the body corporate, a company existing shareholders or public അല്ലെങ്കിൽ public do not subscribe to the securities offered by them. അവർ ആ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാത്ത സമയം, സബ്സ്ക്രൈബ് ടു ദ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർസോ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ്. നമുക്ക് അണ്ടർറൈറ്റിംഗിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തേത് പറയുന്നത് അണ്ടർറൈറ്റിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് ഗ്യാരണ്ടി ലീഗലി എൻഫോഴ്സബിൾ. ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് അണ്ടർറൈറ്റർ. നമ്മൾ പറഞ്ഞ പോലെ കമ്പനിയും അണ്ടർറൈറ്ററും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. ദ അണ്ടർറൈറ്റർ ഹാവ് ടു ടേക്ക് അപ്പ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് വിച്ച് മേ നോട്ട് ബി സബ്സ്ക്രൈബ് for by the public വാങ്ങിക്കാത്ത അത്രയും ഷെയർസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഏതാ ഇഷ്യൂ ചെയ്യുന്നത് അത് പർച്ചേസ് ചെയ്തിരിക്കണം അണ്ടർറൈറ്റർ. ദ കൺസിഡറേഷൻ ഫോർ ദ അണ്ടർറൈറ്റിംഗ് ഈസ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ എന്ന് പറയാം, അത് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ആണ്. ഇഫ് ദ പബ്ലിക് റെസ്പോൺസ് ടു ദ issue of shares of the company is poor, the underwriter have to take up the shares or debentures as per the terms of underwriting contract. അപ്പോൾ ഇത് കമ്പനിയുടെ ഷെയർസ് പബ്ലിക് പർച്ചേസ് ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ഈ പറയുന്നുള്ള റെസ്പോൺസിബിലിറ്റി വരുന്നുള്ളൂ അല്ലെ, അത് പർച്ചേസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി വരുന്നുള്ളൂ. നെക്സ്റ്റ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ആണ്. അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ഇസ് ദ കൺസിഡറേഷൻ പേയബിൾ ബൈ ദ കമ്പനി ടു ദ അണ്ടർറൈറ്റർ ഫോർ അണ്ടർറൈറ്റിംഗ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. ഇപ്പൊ കമ്പനിയുടെ ഷെയർസും ഡിബഞ്ചേഴ്സും അണ്ടർറൈറ്റ് ചെയ്യുന്നതിന് അവർക്കുള്ള ഒരു കൺസിഡറേഷൻ എന്നാണ് പറയാ, അണ്ടർറൈറ്ററിനുള്ള ഒരു കൺസിഡറേഷൻ. ഇറ്റ് ഈസ് യൂഷ്വലി പെയ്ഡ് ആസ് എ പെർസെന്റേജ് ഓൺ ദ ടോട്ടൽ ഇഷ്യൂ പ്രൈസ് ഓഫ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അണ്ടർ റിട്ടേൺ. എത്ര ഷെയർസും ഡിബഞ്ചേഴ്സ് ആണ് അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇഷ്യൂ പ്രൈസിന്റെ ഒരു പെർസെന്റേജ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദ കമ്മീഷൻ ഈസ് പേയബിൾ വെദർ ആൻ അണ്ടർറൈറ്റർ വാസ് കോൾഡ് അപ്പോൺ ടു ടേക്ക് എനി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓർ നോട്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർറൈറ്ററിന് ഷെയർസ് പർച്ചേസ് ചെയ്യേണ്ട വന്നാലും ഇല്ലെങ്കിലും അയാൾ അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന ഷെയർസിന്റെ മേലെ അയാൾക്ക് കമ്മീഷൻ റിസീവ് ചെയ്യും. ദ പേയ്മെന്റ് ഓഫ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദ Articles of Association of the company. Articles of Association authorize ചെയ്തതായിരിക്കണം. As per Companies Act, the commission should not exceed 5% of the issue price of shares or the rate authorized by the articles whichever is less. ഇപ്പൊ നമ്മൾ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ 5% കൂടാൻ പാടില്ല ഷെയർസിന്റെ കേസിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിരിക്കുന്ന എത്രയാണ് വിച്ച് എവർ ഇസ് ലെസ്, ഏതാണ് ചെറിയ എമൗണ്ട് എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് 5% മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഓഫ് ഡിബഞ്ചറിന്റെ കേസിലാണെങ്കിൽ ദ കമ്മീഷൻ ഷുഡ് നോട്ട് എക്സീഡ് 2.5% ഓഫ് ദ ഇഷ്യൂ പ്രൈസ് or the rate authorized by the articles whichever is less. അപ്പോൾ ഇവിടെ മാക്സിമം ഡിബഞ്ചറിന്റെ കേസിലാണ് മാക്സിമം പറയുന്നത് 2.5% ആണ്. ഹൗവർ എന്നാൽ സെബിയുടെ കാര്യത്തിൽ വേറൊന്നും കൂടി പറയുന്നുണ്ട്. സെബി ഹാസ് അലൗഡ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ only at the rate of 2.5% of issue price of equity shares. Equity ഷെയർസിന്റെ കേസിൽ 2.5% മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ഡിബഞ്ചർ ഇറ്റ് ഈസ് 2.5%. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനീസ് ആക്ടിൽ പറഞ്ഞ 5% ആണ് ഡിബഞ്ചറിന്റെ കേസിലെങ്കിലും ഷെയറിന്റെ കേസിലെങ്കിലും ഇവിടെ നമ്മളോട് പറയുന്നത് 2.5% ആണ്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഡിബഞ്ചർ ഇറ്റ് ഈസ് 2.5% അപ് ടു 5 lakhs വരെ 2.5%, അതിന്റെ മേലെ വരുവാണെങ്കിൽ 2% ആയിട്ടാണ് നമ്മൾ കമ്പനീസ് ആക്ടിൽ പറയുന്നത്. അതിന് നെക്സ്റ്റ് രണ്ട് ടേംസ് നോക്കാം. ഒന്ന് അണ്ടർറൈറ്റർ നമ്മളിപ്പോൾ പഠിച്ചതും പിന്നെ ബ്രോക്കറും, ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് നോക്കാം, അല്ലെങ്കിൽ അത് രണ്ടും എന്താണെന്ന് നോക്കാം ആദ്യം. An underwriter is a person or institution who guarantees to buy all the unsold shares or debentures in a public issue. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിൽ എത്രയാണോ അൺസോൾഡ് വരുന്നത് അത് പർച്ചേസ് ചെയ്യാമെന്ന്
ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് അണ്ടർറൈറ്റർ എന്ന് പറയാം. ഹി ഹാസ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ലയബിലിറ്റി. അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഇത് പർച്ചേസ് ചെയ്യാൻ, അതേപോലെ തന്നെ അത് ലയബിലിറ്റി ആയി മാറുകയും ചെയ്യും. അയാൾക്ക് ആൾക്കാർ പർച്ചേസ് ചെയ്തില്ല, പബ്ലിക് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അത് അയാൾക്ക് ഒരു ലയബിലിറ്റി ആയിട്ട് വരികയും ചെയ്യാം. ഹി ടേക്സ് ഫിനാൻഷ്യൽ റിസ്ക്. ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻവോൾവ് ആണ് അല്ലെ, അയാളുടെ ഫിനാൻസ് അതിൽ ഇൻവോൾവ് ആണ്. A remuneration is received for the service rendered by the underwriter called underwriting commission. ഇപ്പൊ അണ്ടർറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് ഒരു കമ്മീഷൻ ആണ്. The underwriters may be individuals, partnership firms, bank, അങ്ങനെ ആർക്ക് വേണമെങ്കിൽ അണ്ടർറൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. The leading underwriter in India are LIC, IDBI, ICICI. ഇവരൊക്കെ അണ്ടർറൈറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പൊ അണ്ടർറൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുവാണ്, ഇന്ന കമ്പനിയുടെ ഷെയർസ് പബ്ലിക് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അത്രയും പാർട്ട് ഞാൻ പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. ഇനി ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രോക്കറിനെ അറിയാലോ, ഇപ്പൊ സാധനങ്ങള് സ്ഥലമൊക്കെ വിൽക്കുകയാണെങ്കിൽ നമ്മളൊരു ബ്രോക്കറിനെ ഏൽപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യും, അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പേഴ്സൺ മാത്രമാണ് അല്ലെ, ഒരു ബയറും സെല്ലറും തമ്മിൽ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ, അത്ര മാത്രമേ ബ്രോക്കർ ഉള്ളൂ. ബ്രോക്കർ ഈസ് എ പേഴ്സൺ ഹു ആക്ട്സ് ആസ് എ കണക്ടിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ പർച്ചേസർ ആൻഡ് സെല്ലർ ഓഫ് ഷെയർസ് ടു കണ്ടക്ട് എ ട്രാൻസാക്ഷൻ. പർച്ചേസറും സെല്ലറും തമ്മിൽ ആ ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കണക്ടിങ് ലിങ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഷെയർസിന്റെ കേസിൽ ബ്രോക്കർ ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യാം, ബ്രോക്കർ എന്താ ചെയ്യാ, കമ്പനിയും അതേപോലെ തന്നെ ആ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൊട്ടൻഷ്യൽ ബയർ ഷെയർ ഹോൾഡറും തമ്മിലുള്ള ഒരു കണക്ടിംഗ് ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യാം. A broker agrees to procure subscription for the shares or debentures of company without any commitment or responsibility risk. ബ്രോക്കറും ഇതന്നെ പറയും, ഞാൻ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ചു തരാമെന്ന് പറയും. പക്ഷേ അയാൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കുന്നില്ല. ഇത്ര പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും ഞാൻ പർച്ചേസ് ചെയ്തോളാം എന്നൊന്നും അയാൾ പറയില്ല. എ ബ്രോക്കർ പ്ലേസസ് എ കമ്പനി സെക്യൂരിറ്റി വിത്ത് ഹിസ് കോണ്ടാക്ട്സ്. അയാളുടെ ആരൊക്കെയാണോ കോണ്ടാക്ട്സ് ഉള്ള അവരുടെ അടുത്ത് ഇന്ന കമ്പനി ഇന്ന ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയിക്കും. ആൻഡ് ബ്രിങ്സ് ദ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആൻഡ് ദ കമ്പനി ടുഗദർ. എന്നിട്ട് അവർ രണ്ട് തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടത്തിച്ചു കൊടുക്കും. ബ്രോക്കേഴ്സ് ആർ എലിജിബിൾ ഫോർ റെമ്യൂണറേഷൻ. ഇപ്പൊ ബ്രോക്കറിന് റെമ്യൂണറേഷൻ ഉണ്ടല്ലോ, നമുക്ക് സാധാരണ അറിയാം ബ്രോക്കറേജ് എന്ന് പറയും അതിന്. ഇറ്റ് ഈസ് എ ഫിക്സഡ് എമൗണ്ട് ഓർ പെർസെന്റേജ് ഓൺ ദ എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ. ഒന്നുകിൽ ഫിക്സഡ് ആയിട്ട് ഇത്ര എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസാക്ഷന്റെ എത്രയാണോ നടന്ന ആ എമൗണ്ടിന്റെ ഒരു പെർസെന്റേജ് ആയിട്ട് നമുക്ക് ബ്രോക്കറേജ് ഫിക്സ് ചെയ്യാം. ഇനി ബ്രോക്കറും അണ്ടർറൈറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. അണ്ടർറൈറ്ററിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ദ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർറൈറ്റിംഗ് എ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഈസ് കോൾഡ് അണ്ടർറൈറ്റർ അല്ലെ. ആ ഷെയർസിന്റെ ഡിബെഞ്ചേഴ്സിന്റെ ഇഷ്യൂ നമ്മൾ അണ്ടർറൈറ്റ് ചെയ്യുന്ന പേഴ്സണെ നമുക്ക് അണ്ടർറൈറ്റർ എന്ന് പറയാം. ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ഒരു കണക്റ്റിംഗ് ലിങ്ക് മാത്രമാണ് അല്ലെ. ദ പേഴ്സൺ ഹു ബൈസ് ആൻഡ് സെൽ തിങ്സ് ഫോർ അതർ പീപ്പിൾ ഈസ് കോൾഡ് ബ്രോക്കർ. അപ്പൊ അതിനാണ് നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അണ്ടർറൈറ്റർ ഗിവ് ദ ഗ്യാരണ്ടി ടു പ്രൊക്യൂർ സബ്സ്ക്രിപ്ഷൻ ടു ദ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ആൻഡ് ദേ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ സബ്സ്ക്രൈബിങ്. അണ്ടർറൈറ്റർ എന്ന് പറയുന്നത് ഇത്രയും മിനിമം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഗ്യാരണ്ടി കൊടുക്കുവാണ്. അപ്പൊ അത് നടന്നില്ലെങ്കിൽ അയാൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും അവിടെ ഉണ്ട്. ഇനി ബ്രോക്കറിന്റെ കേസിലാണെങ്കിൽ ബ്രോക്കർ മിയർലി പ്രോമിസ് ഓർ ട്രൈ ടു പ്രൊക്യൂർ സബ്സ്ക്രിപ്ഷൻ ടു ദ ഷെയർസ് ഡിബെഞ്ചേഴ്സ്. ദേ ഡു നോട്ട് ടേക്ക് എനി റെസ്പോൺസിബിലിറ്റി ഫോർ സബ്സ്ക്രൈബിങ്. ബ്രോക്കർ എന്ത് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഹിംസെൽഫ്. അതിന് പകരം പ്രോമിസ് ചെയ്യാണ്, ഞാൻ കുറച്ച് ആൾക്കാരെ കൊണ്ടുതരാം. അപ്പൊ അതിനാണ് നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് ഹോൾ ഓഫ് ഇഷ്യൂ ഇസ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്, അണ്ടർറൈറ്റർ ഇസ് ലയബിൾ ടു ടേക്ക് ബാലൻസ് ഓഫ് ഷെയർസ്. ഇപ്പൊ നമ്മൾ സബ്സ്ക്രിപ്ഷൻ അണ്ടർറൈറ്ററിന്റെ കേസിൽ എങ്ങനെയാ വരുന്നത്, ആ ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ അണ്ടർറൈറ്റർ ഈ ഷെയർസും ഡിബെഞ്ചേഴ്സും ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. ബ്രോക്കറിന്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല അല്ലെ. ബ്രോക്കർ ഈസ് നോട്ട് ലയബിൾ ടു ടേക്ക് എനി ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. അയാൾക്കൊന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ഷെയറും ഡിബെഞ്ചർ ഒന്നും ബൈ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഇല്ല. റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ അണ്ടർറൈറ്റർ ഈസ് കോൾഡ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. അപ്പം റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ ബ്രോക്കറിന് എന്ത് പറയും, ബ്രോക്കറേജ് എന്ന് പറയും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സബ് അണ്ടർറൈറ്റേഴ്സ്. An underwriter may appoint one or more sub-underwriters who underwrite the shares or debentures of a company for some commission. അപ്പോൾ ഒരു അണ്ടർറൈറ്ററിന് അയാളുടെ കീഴിൽ വൺ ഓർ മോർ അണ്ടർറൈറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. അതിനാണ് സബ് അണ്ടർറൈറ്റർ എന്ന് പറയുന്നത്. ദ സബ് അണ്ടർറൈറ്റർ ഹാവ് നോ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി. ഇപ്പൊ കോൺട്രാക്ട് നടത്തുന്നത് ആരാണ്, അണ്ടർറൈറ്ററുമായിട്ടാണ്. അപ്പം ഈ സബ് അണ്ടർറൈറ്റേഴ്സിന് കമ്പനിയായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ല. ദേ ആർ റെസ്പോൺസിബിൾ ടു ദ അണ്ടർറൈറ്റർ
alone. അണ്ടർറൈറ്ററുമായിട്ട് മാത്രമേ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. സബ് അണ്ടർറൈറ്റിംഗ് is the process in which an underwriter transfers a portion of risk of underwriting to some other person called sub-underwriter. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാള് അണ്ടർറൈറ്റ് ചെയ്യാണ്, അണ്ടർറൈറ്റ് ചെയ്തതിൽ തന്നെ ഒരു പോർഷൻ ഓഫ് റിസ്ക് അയാൾക്ക് വേണേൽ വേറെ ഒരാൾക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇത്രയും പെർസെൻറ്റേജ് ഇയാൾ വാങ്ങിച്ചോളാം എന്നുള്ള രീതിയിൽ വേറൊരാളെ ഏൽപ്പിക്കാം. അതാണ് സബ് അണ്ടർറൈറ്റർ എന്ന് പറയുന്നത്. അതിൽ ടൈപ്സ് ഓഫ് അണ്ടർറൈറ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പല ടൈപ്സ് ഓഫ് അണ്ടർറൈറ്റിംഗ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഓപ്പൺ ഓർ പ്യൂർ അണ്ടർറൈറ്റിംഗ്. ഓപ്പൺ അണ്ടർറൈറ്റിംഗ് എന്ന് പറയാം ഇതിന്, അല്ലെങ്കിൽ പ്യൂർ അണ്ടർറൈറ്റിംഗ് എന്ന് പറയാം. എന്താ നോക്കാം. ഓപ്പൺ അണ്ടർറൈറ്റിംഗ് is a contract between the company and underwriter whereby the underwriter agrees to subscribe for shares or debentures of the company which are not applied by the public. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് തന്നെയാണ് നമ്മൾ നോർമലി പറഞ്ഞ പോലെ whereby the underwriter agrees to subscribe for shares or debentures of the company which are not applied by the public. പബ്ലിക് വാങ്ങിക്കാത്ത ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് വാങ്ങിക്കാനുള്ള ആ എഗ്രിമെന്റിന് തന്നെയാണ് ഓപ്പൺ അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. The underwriter's liability is purely contingent. If the public subscribe for the entire issue, the underwriter has no obligation at all. അപ്പൊ കണ്ടീഷണൽ ആണ് ശരിക്കും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നു അതിനനുസരിച്ച് വേണം ഈ പറയുന്നിരിക്കുന്ന അണ്ടർറൈറ്ററിന്റെ ലാബിലിറ്റി വരുന്നത് അല്ലെ. ഇപ്പം പബ്ലിക് കംപ്ലീറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അണ്ടർറൈറ്ററിന് അവിടെ ലാബിലിറ്റി വരുന്നില്ല. The underwriter is liable to subscribe to the shares or debentures only if the shares or debentures offered to the public are not fully or partly subscribed by in public. പബ്ലിക് എത്രത്തോളം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതിനനുസരിച്ച് മാത്രമേ ഇവിടെ അണ്ടർറൈറ്ററിന്റെ ലാബിലിറ്റി വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ AB Limited issued 60,000 equity shares of 100 each. AB Limited എന്ത് ചെയ്തു, 60,000 equity shares ഇഷ്യൂ ചെയ്തു. The whole issue was subscribed by X for a commission of 5% of the issue price. അപ്പൊ അത് അണ്ടർറിട്ടേൺ ബൈ എക്സ് എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ അണ്ടർറൈറ്റ് ചെയ്തു. ഇതൊക്കെ 5% ആണ് അയാൾ പറഞ്ഞിരിക്കുന്ന കമ്മീഷൻ. 35% ഷെയർസ് were subscribed by the public. പബ്ലിക് എന്ത് ചെയ്തു, 35,000 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പൊ ഇവിടെ പ്യൂർ അണ്ടർറൈറ്റിംഗ് ആണ്. അപ്പം അണ്ടർറൈറ്ററിന് എന്ത് മാത്രം മതി, ബാക്കി മാത്രം മതി അല്ലെ. ദ ബാലൻസ് 25,000, ടോട്ടൽ 60,000 ഇഷ്യൂ ചെയ്തു, 35,000 പബ്ലിക് വാങ്ങിച്ചു, ബാക്കി വരുന്ന 25% നോട്ട് സബ്സ്ക്രൈബ് ബൈ ദ പബ്ലിക് ആർ ടു ബി ടേക്കൺ ഓവർ ബൈ എക്സ്. അപ്പൊ 25,000 ഷെയർസ് എക്സ് പർച്ചേസ് ചെയ്യണം. ഇതിനാണ് നമ്മൾ ഓപ്പൺ അണ്ടർറൈറ്റിംഗ് അല്ലെങ്കിൽ പ്യൂർ അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. And next, complete underwriting. Complete underwriting is an underwriting of the whole issue of shares or debentures by a company. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗിൽ ഹോൾ ഇഷ്യൂ അണ്ടർറൈറ്റ് ചെയ്യാണ്. ദ ഇഷ്യൂ മേ ബി ഫുള്ളി അണ്ടർറിട്ടൺ ബൈ എ സിംഗിൾ underwriter agreeing to take the entire risk. അപ്പോൾ ഒരാൾക്ക് തന്നെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം, അണ്ടർറൈറ്റ് ചെയ്യാം. It may be underwritten by more than one underwriter, each agreeing to take risk only to a limited extent. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മോർ ദാൻ വൺ അണ്ടർറൈറ്ററിന് അത് അണ്ടർറൈറ്റ് ചെയ്യാം. അപ്പോൾ ഒരാളും എഗ്രി ചെയ്യാം, ഒരു പെർസെൻറ്റേജ് ഓഫ് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് എഗ്രി ചെയ്യാം. ദ ലാബിലിറ്റി ഓഫ് ദ അണ്ടർറൈറ്റർ ഈസ് ടു ബൈ ആൻഡ് പേ ഫോർ ദ എൻറ്റയർ സബ്സ്ക്രിപ്ഷൻ പോർഷൻ ഓഫ് ദ ഇഷ്യൂ. അപ്പോൾ അവിടെ ലാബിലിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത്രയാണോ അയാൾ അഗ്രി ചെയ്തിരിക്കുന്നത് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയാണ്, CD Limited issued 1 lakh equity shares of 10 each at a premium of 2 each. പ്രീമിയമിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, 1 lakh equity shares ആണ് ഇഷ്യൂ ചെയ്യുന്നത്. The whole issue was underwritten by X for a commission of 5% on the issue price. അപ്പൊ ആ മുഴുവൻ ഇഷ്യൂവും എന്ത് ചെയ്തു, Y എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ അണ്ടർറൈറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗിൽ ഫുൾ എടുക്കുന്ന പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് പറഞ്ഞ ഒരു പെർസെൻറ്റേജ് മാത്രം എടുക്കുവാണ്, അതിനാണ് നമ്മൾ പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. When only a part of the issue of shares or debentures of a company is underwritten, it is termed as partial underwriting. In case of partial underwriting, the company is treated as underwriter for the remaining part of the issue. പാർഷ്യൽ അണ്ടർറൈറ്റിംഗിൽ നമ്മൾ ഫുള്ളി എല്ലാ ഷെയർസും അണ്ടർറൈറ്റ് ചെയ്യുന്നില്ല. ഇപ്പം 50% മാത്രം അണ്ടർറൈറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ ബാക്കി 50% അണ്ടർറൈറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ ആ കമ്പനിയെ തന്നെ അസ്യൂം ചെയ്യുന്നത്. ഇറ്റ് മേ ബി undertaken by a single underwriter. ഒന്നുകിൽ ഇത് ഒരാൾക്ക് മാത്രം ചെയ്യാം, or more than one underwriter, each agreeing to take the risk only to the limited extent.
ഇവിടെ 50% ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഈ മറ്റുള്ള അണ്ടർറൈറ്റേഴ്സ് ഒക്കെ എടുക്കുന്നത്. ആ 50%നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ എക്സ്റ്റെൻഡ് അവിടെ തന്നെ കിടപ്പുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾക്ക് തന്നെ അണ്ടർറൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അണ്ടർറൈറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Z agrees to underwrite 80% of issue of 3 lakh equity shares of ₹15 each of AB Limited. AB Limited ഇഷ്യൂ ചെയ്യുന്ന 3 lakh equity shares ആണ്. അതിന്റെ 80% Z അണ്ടർറൈറ്റ് ചെയ്യുകയാണ്. ഫോർ എ കമ്മീഷൻ ഓഫ് 5% ഓൺ ദ ഇഷ്യൂ പ്രൈസ്. അതിനാണ് നമ്മൾ പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫേം അണ്ടർറൈറ്റിംഗ്. ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 തരം അണ്ടർറൈറ്റിംഗ് വരും. അപ്പൊ അതിൽ ഫേം ഒരു പാർട്ട് മാത്രമാണ്. When an underwriter enters into an agreement with the company to purchase certain number of shares. അപ്പൊ ഫേം അണ്ടർറൈറ്റിംഗിൽ എപ്പോഴും വരുന്ന certain number of shares കൃത്യമായിട്ട് പറയും. ഇത്രയും ഷെയർസ് ഞാൻ പർച്ചേസ് ചെയ്തോളാം, ഇറസ്പെക്റ്റീവ് ഓഫ് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ഇത്രയും ഷെയർസ് പർച്ചേസ് ചെയ്യും എന്ന് പറയുന്നതാണ് ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. Thus, under firm underwriting, the underwriter agreed to take specified number of shares or debentures in addition to unsubscribed shares or debentures. Unsubscribed ആയിട്ടുള്ള ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സിൽ ഒരു പാർട്ട് അയാൾ ചിലപ്പോൾ അണ്ടർറൈറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ കൂടെ തന്നെ അയാൾ പറയുവാണ് അത് കൂടാതെ ഞാൻ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത് ശരിക്കും പബ്ലിക് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അയാൾ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പബ്ലിക് സബ്സ്ക്രിപ്ഷൻ പോലെ തന്നെയാണ് കമ്പനി ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ വരും അല്ലെ. ഇപ്പൊ 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്യാന്ന് വിചാരിച്ചു, 15,000 ഇഷ്യൂ ഷെയർസിന് ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയി. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കമ്പനി പ്രോറാറ്റ അലോട്ട്മെന്റ് ഒക്കെ നടത്തുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അണ്ടർറൈറ്ററിന് പ്രയോറിറ്റി കിട്ടും. അപ്പൊ അയാൾക്ക് ഷെയർസ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്രോറാറ്റ അലോട്ട്മെന്റിൽ ഇയാൾക്ക് പ്രയോറിറ്റി കിട്ടും. അപ്പൊ ഇതാണ് ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫേം അണ്ടർറൈറ്റിംഗിൽ ശരിക്കും അയാൾക്ക് ഓൾറെഡി പറഞ്ഞിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത പാർട്ടിൽ അയാൾ അഗ്രി ചെയ്തിരിക്കുന്നത് എത്രയാണ് അത് അയാൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ എന്ത് ചെയ്യണം, അയാൾക്കുള്ള ഈ സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ലയബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സ് അണ്ടർറൈറ്റ്സ് 50% ഓഫ് എൻ ഇഷ്യൂ ഓഫ് 2 lakh ഷെയർസ് ആൻഡ് ബിസൈഡ്സ് അപ്ലൈസ് ഫോർ 15,000 ഷെയർസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 50% ഷെയർസിനുള്ള അണ്ടർറൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 2 lakh ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൽ 50% അണ്ടർറൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 15,000 ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. In case smart applications are only 70,000 shares and no other unmarked forms. അപ്പോൾ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ആയിട്ട് 70,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലാബിലിറ്റി എങ്ങനെ വരും നോക്കാം. അത് നമ്മൾ 2 lakhൽ 50% ആണല്ലോ ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 1 lakh ആണ് ശരിക്കും അയാളുടെ ലാബിലിറ്റി വരുന്നത്. അതിൽ അയാളുടെ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ 70,000 ഉണ്ടല്ലേ. അപ്പൊ അതും കൂടി കഴിച്ച അയാൾക്ക് ശരിക്കും 30,000 ഷെയർസ് ആണ് ഇവിടെ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത്. ആ 30,000 ഷെയർസ് കൂടാതെ അയാൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന എഗ്രി ചെയ്തിരിക്കുന്ന 15,000 ഓൾറെഡി പറഞ്ഞിരിക്കുന്നുണ്ട്, അതും കൂടി പർച്ചേസ് ചെയ്യണം. അപ്പൊ 30,000 പ്ലസ് ആ 15,000 അതാണ് 45,000 ഷെയർസ് അയാൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പെർസെന്റേജ് കൂടാതെ, പെർസെന്റേജ് നമ്മൾ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം, അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ആ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് എന്തായാലും പർച്ചേസ് ചെയ്യണം. അപ്പൊ നമ്മൾ അഗ്രി ചെയ്തതിൽ പെർസെന്റേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 30,000 കിട്ടി. അതുകൂടാതെ നമ്മൾ ഈ 15,000 കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ 45,000 ഷെയർസ് ആയിട്ട് വന്നു. നെക്സ്റ്റ് സിൻഡിക്കേറ്റ് അണ്ടർറൈറ്റിംഗ്. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്രൂപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലപ്പം ആ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂ ഒരുപാട് ലാർജ് ആണെങ്കിൽ, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് ഒരുപാട് ലാർജ് ആണെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് അണ്ടർറൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, മോർ ദാൻ 1 പേഴ്സൺ അല്ലെ മോർ ദാൻ 1 ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യാം. എന്നിട്ട് അവർക്ക് ആ നമ്പർ ഓഫ് ഷെയർസ് ഒരുമിച്ച് അണ്ടർറൈറ്റ് ചെയ്യാം. അപ്പൊ ഇവർ തമ്മിൽ ആ പെർസെന്റേജ് റേഷ്യോ ഒക്കെ എത്രയാണ്, എത്ര പെർസെന്റേജ് ആണ് ഒരാളുടെ ലാബിലിറ്റി വരുന്നതെന്നൊക്കെ അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. The syndicate is a group of investment banks that have agreed to share the responsibility of marketing the issue. എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആണ് സാധാരണ സിൻഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവർ ആ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. The managing underwriter, also known as lead underwriter, leads the issue. അപ്പൊ ഇതിൽ ഒരു മെയിൻ ആയിട്ട് ഒരാളുണ്ടാവും. അപ്പൊ അയാളെ നമ്മൾ ലീഡ് അണ്ടർറൈറ്റർ എന്ന് പറയും. അയാളാണ് അതിന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എക്സാമ്പിൾ, ഫോർ എൻ ഇഷ്യൂ ഓഫ് 10 crore equity shares of CD Limited. ഇവിടെ ഒരുപാട് ഇഷ്യൂ വന്നു അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ സിൻഡിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന 10 crore ഇഷ്യൂ വന്നു. A, B, C and D form a syndicate and underwrite the
in the ratio of 40%, 30%, 20% and 10%. അപ്പോൾ അവർ സിൻഡിക്കേറ്റ് ആയിട്ട് തീരുമാനിച്ചു, ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തു. ABCD 4 ആൾക്കാർ കൂടിയിട്ട് ഇത് അണ്ടർറൈറ്റ് ചെയ്യണം. അപ്പോൾ ഒരാളുടെ പെർസെൻറ്റേജ് അവർ തീരുമാനിക്കുകയാണ് 40%, 30%, 20%, 10% എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് ദ കേസ് ഓഫ് സിൻഡിക്കേറ്റ് അണ്ടർറൈറ്റിംഗ്. ഇതിനാണ് നമ്മൾ സിൻഡിക്കേറ്റ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. And next joint underwriting. Joint underwriting il more than one underwriter thaneyanu varuna, പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. When the issue is too large issue വരുമ്പോഴാണ് ഇതും എടുക്കുന്നത്. The issuing company itself appoints more than one underwriter. ഒന്നുകൂടെ അതിൽ അണ്ടർറൈറ്ററിന് എന്ത് ചെയ്യാം, ഇഷ്യൂയിങ് കമ്പനി തന്നെ അപ്പോയിന്റ് ചെയ്യാണ്. മറ്റേതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അണ്ടർറൈറ്റ് ചെയ്യുകയാണ്. Reduce the burden from a single underwriter. Each underwriter underwrites for a specified amount and in a specified ratio. അപ്പോൾ ഒരാൾക്കും ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു എമൗണ്ട് വെച്ച് തീരുമാനിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, an issue of 1 lakh equity shares of 10 each of AD Limited is underwritten by X 40% and Y 60%. In joint underwriting, the marked applications are allocated among joint underwriters in the ratio of gross liability. അവർ എത്രയാണോ ലാബിലിറ്റി ഗ്രോസ് ആയിട്ട് അവർക്ക് വരുന്നത് അതിന്റെ ബേസിലാണ് നമ്മൾ ഈ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സും വൈയും അവർ തമ്മിൽ അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എക്സിനും വൈനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കമ്പനി തന്നെയാണ്. അതാണ് മെയിൻ വ്യത്യാസം വരുന്നത്. Joint underwriting is different from syndicate underwriting in a way that in syndicate underwriting, the underwriting firm themselves form a syndicate. അപ്പം അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സിൻഡിക്കേറ്റ് അണ്ടർറൈറ്റിംഗിൽ ആ അണ്ടർറൈറ്റേഴ്സ് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് അത് അവർ തന്നെ റേഷ്യോ ഒക്കെ തീരുമാനിച്ചിട്ട് അവരങ്ങോട്ട് കമ്പനിയുടെ അടുത്ത് അണ്ടർറൈറ്റിംഗ് നടത്തുക ചെയ്യുന്നത്. പക്ഷെ ജോയിന്റ് അണ്ടർറൈറ്റിംഗിൽ ദ ഇഷ്യൂയിങ് കമ്പനി ഇറ്റ് സെൽഫ് അപ്പോയിന്റ്സ് എ നമ്പർ ഓഫ് ഫേംസ് ടു അണ്ടർറൈറ്റ് ദ ഇഷ്യൂ. ഇവിടെ കമ്പനി തന്നെ 2-3 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരെ വെച്ച് അണ്ടർറൈറ്റ് നടത്തുന്നതിനാണ് ജോയിന്റ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. And next sub underwriting. Sub underwriter എന്നുള്ള നമ്മൾ നേരത്തെ ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് an underwriting agreement by an underwriter with another underwriter. ഒരാള് വേറൊരാളായിട്ട് ഒരു അണ്ടർറൈറ്റർ വേറൊരു അണ്ടർറൈറ്ററുമായിട്ട് ഒരു അഗ്രിമെന്റ് വെക്കുവാണ്. ഫോർ ട്രാൻസ്ഫറിങ് എ പാർട്ട് ഓഫ് ഹിസ് അണ്ടർറൈറ്റിംഗ് റിസ്ക് ഈസ് കോൾഡ് സബ് അണ്ടർറൈറ്റിംഗ്. അയാളുടെ തന്നെ അയാളുടെ അണ്ടർറൈറ്റിംഗിൽ ഒരു പാർട്ട് ഓഫ് റിസ്ക് വേറൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റ്. ദ അണ്ടർറൈറ്റർ അണ്ടർടേക്കിംഗ് സബ് അണ്ടർറൈറ്റിംഗ് ഈസ് കോൾഡ് സബ് അണ്ടർറൈറ്റർ. അപ്പൊ ഈ മൂന്നാമത്തെ ആളുണ്ടല്ലോ, കമ്പനി അണ്ടർറൈറ്റർ അല്ലാത്ത മൂന്നാമത്തെ ആള്, അയാളെ നമ്മൾ സബ് അണ്ടർറൈറ്റർ എന്ന് പറയും. ദ കമ്മീഷൻ പേയബിൾ ബൈ ദ മെയിൻ അണ്ടർറൈറ്റർ ടു സബ് അണ്ടർറൈറ്റർ ഈസ് കോൾഡ് സബ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. ഈ സബ് അണ്ടർറൈറ്ററിന് മൂന്നാമത്തെ ആൾക്ക് കമ്മീഷൻ കൊടുക്കുന്നത് അണ്ടർറൈറ്റർ ആണ്. അണ്ടർറൈറ്റർ ആയി കൊടുക്കുന്ന കമ്മീഷനെ നമുക്ക് സബ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയാം. സബ് അണ്ടർറൈറ്റർ ഈസ് ലാബിൾ ആൻഡ് റെസ്പോൺസിബിൾ ഓൺലി ടു ദ മെയിൻ അണ്ടർറൈറ്റർ. അപ്പൊ ഈ സബ് അണ്ടർറൈറ്ററിന് കമ്പനിയായിട്ട് യാതൊരു ബന്ധവുമില്ല. സബ് അണ്ടർറൈറ്ററിന് ആരുമായിട്ട് ബന്ധമുള്ളൂ, മെയിൻ ആയിട്ടുള്ള അണ്ടർറൈറ്റർ ആരാണോ അയാളായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ദർ ഈസ് നോ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി ആൻഡ് സബ് അണ്ടർറൈറ്റർ. The relationship between main underwriter and sub underwriter is the same as agent and sub agent. അപ്പോൾ ഏജന്റ് സബ് ഏജന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, BD Limited makes an issue of 10 lakh equity shares of 100 each. അപ്പം ഒരു കമ്പനി BD Limited എന്ത് ചെയ്തു 10 lakh ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. If Mr. X agrees to underwrite shares of an amount of 10 crore and later finds it difficult to underwrite single, he so appoints Mr. Y. അപ്പൊ ആദ്യം തന്നെ ഇയാൾ അങ്ങ് സമ്മതിച്ചു ഇത് മുഴുവൻ അണ്ടർറൈറ്റ് ചെയ്തോളാന്ന്. പക്ഷെ പിന്നെ അയാൾക്ക് തോന്നുവാണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നുവാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഒരു വൈന് വേറൊരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്യണം. അയാളാണ് സബ് അണ്ടർറൈറ്റർ. ടു അണ്ടർറൈറ്റ് 5 crore, അപ്പൊ അതിന്റെ പകുതി അയാളോട് അണ്ടർറൈറ്റ് ചെയ്യാൻ പറയാണ്. The aim of sub underwriting is to reduce the risk ഓഫ് ദ മെയിൻ അണ്ടർറൈറ്റർ. മെയിൻ അണ്ടർറൈറ്ററിന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ് അണ്ടർറൈറ്റിംഗ് നടത്തുന്നത്. അപ്പൊ അയാൾ ഓൾറെഡി അത് എടുത്തു കഴിഞ്ഞിട്ട് അയാൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് എന്നെ കൊണ്ട് പൊങ്ങില്ലാന്ന് തോന്നുകയാണെങ്കിൽ അയാൾ വേറൊരാളോട് പറയാണ് നീ ഇതിന്റെ കുറച്ച് പാർട്ട് ഏറ്റെടുക്കുമെന്ന്. അതാണ് സബ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ അണ്ടർറൈറ്റിംഗും ഫേം അണ്ടർറൈറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയാനുള്ളത്. ഒന്നാമത്തെ പറയുകയാണെങ്കിൽ ദ അണ്ടർറൈറ്റർ ഈസ് ലാബിൾ ടു പർച്ചേസ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓൺലി ഇഫ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ നോട്ട് ഫുള്ളി സബ്സ്ക്രൈബ് ബൈ ദ പബ്ലിക്. അല്ലെ, ഓപ്പൺ അണ്ടർറൈറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അവർ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം
പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നുള്ളൂ, അല്ലെങ്കിൽ ലാബിലിറ്റി വരുന്നുള്ളൂ. ഓപ്പൺ അണ്ടർ റൈറ്റിംഗ് അല്ലെങ്കിൽ പ്യൂർ അണ്ടർ റൈറ്റിംഗിൽ. ഫേം അണ്ടർ റൈറ്റിംഗിലാണെങ്കിൽ ഒരു നമ്പർ ഓഫ് ഷെയർസ് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അല്ലെ. ദ അണ്ടർ റൈറ്റേഴ്സ് ഈസ് ലയബിൾ ടു പർച്ചേസ് ബോത്ത് അൺസബ്സ്ക്രൈബ് ഷെയർസ് ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് ദ ഷെയർസ് ഓഫ് ഡിബഞ്ചേഴ്സ് ദ കമ്പനി ഫേംലി അണ്ടർ റിട്ടൺ. ഓൾറെഡി അൺസബ്സ്ക്രൈബ്ഡ് ആയിട്ട് പാർട്ടിന്റെ ഷെയർസ് അയാൾ അത് വാങ്ങിക്കണം. അതുകൂടാതെ അയാൾ ഫേംലി അണ്ടർ റൈറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് അത് വേറെയും വാങ്ങിച്ചിരിക്കണം. നെക്സ്റ്റ്, an open underwriting exist by itself. ഓപ്പൺ അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. മീൻസ് അതിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ, മീൻസ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത് വേണ്ടുള്ളൂ. അതേപോലെ തന്നെ അത് ഓപ്പൺ ഒരു പാർട്ടായിട്ട് മാത്രം നമുക്ക് ചെയ്യാനും പറ്റും. ഓപ്പൺ അണ്ടർറൈറ്റിംഗ് മാത്രമായിട്ട് നമുക്ക് ഏറ്റെടുക്കാനും പറ്റും. പക്ഷെ ഫേം അണ്ടർറൈറ്റിംഗിൽ പറയുകയാണെങ്കിൽ ഫേം അണ്ടർറൈറ്റിംഗ് ഇസ് അക്കമ്പനീഡ് ബൈ ഓപ്പൺ അണ്ടർറൈറ്റിംഗ്. ഫേം അണ്ടർറൈറ്റിംഗ് വരണമെങ്കിൽ അവിടെ ഒരു ഓപ്പൺ അണ്ടർറൈറ്റിംഗ് ഉണ്ടായിരിക്കണം. ഒരാൾക്ക് ജസ്റ്റ് ഇത്ര നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് മാത്രം അണ്ടർറൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കൂടെ അയാൾ ബാക്കി വരുന്ന ഷെയർസും കൂടെ അണ്ടർറൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ദ ലയബിലിറ്റി ഓഫ് ദ അണ്ടർറൈറ്റർ അറൈസസ് ഓൺലി ഇഫ് ദർ ഈസ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അണ്ടർ സബ്സ്ക്രിപ്ഷൻ വരുവാണെങ്കിൽ മാത്രമേ ഓപ്പൺ അണ്ടർറൈറ്റിംഗിൽ നമുക്ക് ലയബിലിറ്റി ഉള്ളൂ. പക്ഷെ ഫേം അണ്ടർറൈറ്റിംഗിലാണെങ്കിൽ ദ ലയബിലിറ്റി ഓഫ് ദ സബ്സ്ക്രൈബർ ഇസ് ആബ്സല്യൂട്ട് ഈവൻ if there is over subscription. ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ പോലും അവിടെ അയാൾക്ക് ലാബിലിറ്റി ഉണ്ട്. അയാൾ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസിന്റെ ലാബിലിറ്റി അയാൾക്ക് അപ്പോഴും ഉണ്ട്. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ ദ കമ്പനി നീഡ് നോട്ട് അലോട്ട് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു ദ അണ്ടർറൈറ്റർ. ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അണ്ടർറൈറ്ററിനെ നമ്മളങ്ങ് കൂളായിട്ട് ഒഴിവാക്കും. അയാൾക്ക് പിന്നെ ഷെയർസും ഡിബഞ്ചേഴ്സും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഫേം അണ്ടർറൈറ്റിംഗിലാണെങ്കിൽ ഇൻ കേസ് ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ ദ കമ്പനി ഇസ് ബൗണ്ട് ടു അലോട്ട് ടു ദ underwriter the shares or debentures which he has underwritten under firm underwriting agreement. ഇനി ഫേം അണ്ടർറൈറ്റിംഗിലാണെങ്കിൽ അവിടെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാലും ആ അണ്ടർറൈറ്റർ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് എത്രയാണോ, ഫേംലി പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് എത്രയാണോ അത് അയാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇനി കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ, അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ, ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കുറെ മുന്നേ ഇതിൽ നേരത്തെ എക്സാമ്പിളൊക്കെ യൂസ് ചെയ്തതുമാണ്, അതൊന്ന് ക്ലിയർ ആക്കാം. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോംസ് ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് റിസീവ്ഡ് ബൈ ദ കമ്പനി ബിയറിംഗ് ദ ഒഫീഷ്യൽ സ്റ്റാമ്പ് ഓഫ് അണ്ടർറൈറ്റർ ഈസ് കോൾഡ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. മാർക്ക് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതിൽ അണ്ടർറൈറ്ററിന്റെ സ്റ്റാമ്പ് ഉണ്ട്. അണ്ടർറൈറ്റർ ത്രൂ ആണ് ആ ഷെയർസിന്റെ ഇഷ്യൂ പോയിരിക്കുന്നതെന്ന് അർത്ഥം. They are originally issued by the public to the public by the underwriter or his agent. അപ്പോൾ അത് അണ്ടർറൈറ്റർ ആണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഏജന്റ് ത്രൂ അയാൾക്ക് ഇഷ്യൂ ചെയ്യാം. The marked applications are deemed to be received through the underwriter even if they are directly submitted by the applicant to the company. അപ്പോൾ the applicant കമ്പനിയിലേക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്തതാണെങ്കിലും അതിൽ ആ സ്റ്റാമ്പ്, അണ്ടർറൈറ്ററിന്റെ സ്റ്റാമ്പ് അല്ലെങ്കിൽ മാർക്ക് ഉണ്ടെങ്കിൽ അത് അണ്ടർറൈറ്റർ ത്രൂ ആണ് പോയിരിക്കുന്നത്, അയാൾ ത്രൂ വന്നിരിക്കുന്ന പർച്ചേസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Unmarked application, the application forms for shares or debentures received by the company without bearing the official stamp of the underwriter are called unmarked application. അപ്പം അതിൽ അണ്ടർറൈറ്ററിന്റെ സ്റ്റാമ്പ് ഒന്നും ഇല്ലെങ്കിൽ, അണ്ടർറൈറ്ററിന്റെ സീലൊന്നും ഇല്ലാത്ത ടൈപ്പിനാണ് നമ്മൾ അൺമാർക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദേ ആർ ഒറിജിനലി ഇഷ്യൂഡ് ബൈ ദ കമ്പനി. അപ്പൊ അണ്ടർറൈറ്റർ ഇഷ്യൂ ചെയ്തതല്ലെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ആരാ ഇഷ്യൂ ചെയ്യുക? കമ്പനി ഇഷ്യൂ ചെയ്താണ്, ഡയറക്ട്ലി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തതാണ്. ദേ ആർ യൂഷ്വലി ടേംഡ് ആസ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. ഇതിന് നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് എന്നാണ് പറയുന്നത്. The benefit of marked application is given to the concerned underwriter in whose name application forms have been marked. The benefit of unmarked application is given first to the company to the extent of issue not underwritten by the underwriter. അപ്പോൾ ഈ അൺമാർക്ഡ് ആപ്ലിക്കേഷൻ, മാർക്ഡ് ആപ്ലിക്കേഷൻ വരുവാണെങ്കിൽ അത് അണ്ടർറൈറ്ററിന്റെ പേരിൽ തന്നെ കാണിക്കും നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത്. പക്ഷെ അൺമാർക്ഡ് ആപ്ലിക്കേഷൻ വരുവാണെങ്കിൽ അത് കമ്പനിയുടെ പേരിലാണ് കാണിക്കുന്നത്. ആ അണ്ടർറൈറ്റ് ചെയ്യാത്ത അത്രയും പാർട്ട് നമ്മൾ കമ്പനിയുടെ പേരിലേക്ക് കാണിക്കും. ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ലയബിലിറ്റി ഓഫ് അണ്ടർറൈറ്റേഴ്സ് അൺമാർക്ഡ് ആപ്ലിക്കേഷൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ വേരിയസ് അണ്ടർറൈറ്റർ ഇൻ ദ റേഷ്യോ ഓഫ് ദർ ഗ്രോസ് ലയബിലിറ്റി ഫോർ അണ്ടർറൈറ്റിംഗ്. ഇനി അൺമാർക്ഡ് ആപ്ലിക്കേഷൻ എന്നിട്ട് ബാക്കി വരുവാണെങ്കിൽ അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള അണ്ടർറൈറ്റേഴ്സിന്റെ പേരിൽ, ഒരു അണ്ടർറൈറ്റർ ആണെങ്കിൽ അയാളുടെ പേരിൽ, അല്ലെങ്കിൽ മോർ ദാൻ വൺ അണ്ടർറൈറ്റർ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ ഗ്രോസ് ലാബിലിറ്റിയുടെ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണിക്കുക ചെയ്യുന്നത്. ഇനി ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ, ദ അണ്ടർറൈറ്റർ ഓഫ് എൻ ഇഷ്യൂ മേ അഗ്രി ടു ടേക്ക് അപ്പ് എ സ്പെസിഫൈഡ് നമ്പർ. ഫേം അണ്ടർറൈറ്റിംഗ് നമുക്കറിയാം അല്ലെ, ഒരു ഇത്രയും സ്പെസിഫൈഡ് നമ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറയാണ്. In such case, the underwriter have to fill up and submit application form to the company just like any other applicant.
ഇപ്പൊ നമുക്കറിയാം ആ സമയത്ത് നമ്മൾ അണ്ടർറൈറ്ററിനെ ഒരു പബ്ലിക് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അണ്ടർറൈറ്റർ ആപ്ലിക്കേഷൻ ഫോം ഒരു നോർമൽ ആപ്ലിക്കന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ കമ്പനിക്ക് ആപ്ലിക്കേഷൻ ഫോംസ് എടുക്കണം. പേയിങ് ദ റിക്വയർഡ് ആപ്ലിക്കേഷൻ മണി ഓൾസോ, ആപ്ലിക്കേഷൻ മണി ഒക്കെ അടച്ചിട്ട് such applications forms filled by the underwriter personally are called firm underwriting application. ഇപ്പൊ ഇതിനെയാണ് നമ്മൾ firm underwriting application എന്ന് പറയുന്നത്. ഇപ്പൊ 3 തരത്തിൽ പഠിച്ചു. ഒന്ന് മാർക്ക്ഡ്, അതിൽ നമ്മൾ അണ്ടർറൈറ്ററിന്റെ സീൽ ഉണ്ടാവും. അൺമാർക്ഡ് അണ്ടർറൈറ്ററിന്റെ സീൽ ഉണ്ടാവില്ല. ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എടുക്കാവുന്ന നമ്പറിൽ പറഞ്ഞിരിക്കുന്നതാണ് ഫേം അണ്ടർറൈറ്റിംഗ്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, ഡയറക്ട്ലി അയാൾ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ കാൽക്കുലേഷൻ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട് നമുക്ക്. ഇനി നെക്സ്റ്റ് നമുക്കൊന്ന് പഠിക്കാനുള്ള സെബി ഗൈഡ് ലൈൻസ് ആണ്. അണ്ടർറൈറ്റിംഗിന്റെ ഗൈഡ് ലൈൻസ് പറയാണ്. ഒന്നാമത്തെ പറയുന്നത് ദ ഇഷ്യൂയിങ് കമ്പനി ഹാസ് ടു ഒബ്റ്റൈൻ പ്രയർ പെർമിഷൻ ഫ്രം സെബിയുടെ അടുത്ത് നിന്ന് ആദ്യം പെർമിഷൻ എടുക്കണം നമ്മൾ ഇത് അണ്ടർറൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തേത് ദ അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഈസ് ഓപ്ഷണൽ ആൻഡ് നോട്ട് മാൻഡേറ്ററി. നമുക്ക് എല്ലാ ഇഷ്യൂവിലും നമുക്ക് അണ്ടർറൈറ്റിംഗ് നടത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഉറപ്പുണ്ടെന്ന് വെച്ചാൽ ഇത്രയും ഷെയർസ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അണ്ടർറൈറ്റിംഗിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അത് കമ്പൽസറി അല്ല, ഓപ്ഷണൽ മാത്രമാണ്. ദ ലീഡ് മെർച്ചന്റ് ബാങ്ക്സ് മസ്റ്റ് സാറ്റിസ്ഫൈ ദംസെൽസ് റിലേറ്റിംഗ് ടു ദ എബിലിറ്റി ഓഫ് ദ അണ്ടർറൈറ്റർ ടു പെർഫോം ദർ അണ്ടർറൈറ്റിംഗ് ഒബ്ലിഗേഷൻ. അപ്പൊ അവരുടെ എബിലിറ്റി കാണിക്കണം. ലീഡ് മെർച്ചന്റ് ബാങ്കേഴ്സ് ആണെങ്കിൽ ഇപ്പൊ അണ്ടർറൈറ്റിംഗ് ഒബ്ലിഗേഷൻ ഏറ്റെടുക്കാനുള്ള അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കണം. ദി ലീഡ് മെർച്ചന്റ് ബാങ്ക്സ് മസ്റ്റ് ടേക്ക് കൺസെന്റ് ഓഫ് ദ അണ്ടർറൈറ്റർ ഇൻ റൈറ്റിംഗ് ബിഫോർ റെക്കോർഡിംഗ് ദ സെയിം ടു ദ ഓഫർ ഡോക്യുമെന്റ്. അപ്പൊ അത് ഓഫർ ലീഡ് മെർച്ചന്റ് ബാങ്ക്സ് എന്തെങ്കിലും അണ്ടർറൈറ്ററിന്റെ കയ്യിൽ നിന്ന് അതിന്റെ ഒരു റൈറ്റിംഗിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു കൺസെന്റ് വാങ്ങിക്കണം. ബിഫോർ റെക്കോർഡിംഗ് ദ സെയിം ടു ദ ഓഫർ ഡോക്യുമെന്റ്. അത് ഓഫർ ഡോക്യുമെന്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ കയ്യിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള ഒരു കൺസെന്റ് വാങ്ങിച്ചിരിക്കണം. The lead merchant bank should undertake a minimum underwriting obligation of 5% of the total commitment or 25 lakhs, whichever is less, at any point of time. But minimum 5% എങ്കിലും അവർ അണ്ടർറൈറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 25 lakhs എങ്കിലും അണ്ടർറൈറ്റ് ചെയ്തിരിക്കണം, whichever is less. ഏതാണ് കുറവ്? At any point of time. ഏത് പോയിന്റ് ഓഫ് ടൈമിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ 25 lakhs അല്ലെങ്കിൽ 5% ഏതാണോ അതിൽ കുറവ് എമൗണ്ട് വരുന്നത് അത് അവർ അണ്ടർറൈറ്റ് ചെയ്തിരിക്കണം. The lead merchant banks must see that the relevant details of the underwriter are recorded in the offer document. അതേപോലെ തന്നെ അണ്ടർറൈറ്ററിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓഫർ ഡോക്യുമെന്റിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യണം. The stock exchange where the security is going to be listed must also be informed about the arrangements made with the underwriter. അതേപോലെ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നമ്മൾ അത് ഷെയർ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്കും ഇങ്ങനെ ഒരു അണ്ടർറൈറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന അതിന്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് അണ്ടർറൈറ്റിംഗ് ആണ്. അതിന്റെ കുറച്ച് തിയറി പാർട്സ് ആണ് പഠിച്ചത്. അത് നമ്മൾ മീനിങ് ഓഫ് അണ്ടർറൈറ്റിംഗ് പഠിച്ചു, അതിന്റെ ഡെഫിനേഷൻ പഠിച്ചു, ഫീച്ചേഴ്സ് പഠിച്ചു, പിന്നെ അവരുടെ കമ്മീഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, പിന്നെ പഠിച്ചത് അണ്ടർറൈറ്ററും ബ്രോക്കറും തമ്മിൽ ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ടൈപ്സ് ഓഫ് അണ്ടർറൈറ്റിംഗ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഓപ്പൺ ഓർ പ്യുവർ അണ്ടർറൈറ്റിംഗ്, കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗ്, പാർഷ്യൽ അണ്ടർറൈറ്റിംഗ്, ഫേം അണ്ടർറൈറ്റിംഗ്, സിൻഡിക്കേറ്റ് അണ്ടർറൈറ്റിംഗ്, ജോയിന്റ് അണ്ടർറൈറ്റിംഗ്, സബ് അണ്ടർറൈറ്റിംഗ്. ഇങ്ങനെ 7 ടൈപ്പ് ഓഫ് അണ്ടർറൈറ്റിംഗ് പഠിച്ചു. പിന്നെ നമ്മൾ ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട്, ഓപ്പൺ അണ്ടർറൈറ്റിംഗും ഫേം അണ്ടർറൈറ്റിംഗും തമ്മിൽ ഡിഫറൻസ്. പിന്നെ നമ്മൾ പഠിച്ചത് മാർക്ഡ്, അൺമാർക്ഡ്, ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻസ്. ഈ 3 ടേംസ് ആണ് പഠിച്ചത്. ഒന്ന് മാർക്ഡ് ആപ്ലിക്കേഷൻസ്, പിന്നെ അൺമാർക്ഡ് ആപ്ലിക്കേഷൻസ്, ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻസ്. ഈ 3 ടേംസ് പഠിച്ചു. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമുള്ളതാണ്. പിന്നെ സെബിയുടെ ഗൈഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ട്. അണ്ടർറൈറ്റിംഗിന്റെ എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ് സെബി പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ പാലിക്കണം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ലയബിലിറ്റി കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ അതിന്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്രയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.